ഒന്നാം സീസണിൽ 3-ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. പൈപ്പ് യാത്രയിലേക്ക് തെളിയിക്കുക യോമിനോഷികയുടെ വീഡിയോയിലോട്ട് പോകാം. ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവനൊക്കെ എടുത്ത് നോക്കണേ, അവർക്ക് അതായത് മോഡേൺ വീട്ടിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നിങ്ങളും നന്നായിട്ടുണ്ട് എന്ന് പറയണേ. അങ്ങനെ അവൻ കിട്ടിയത് ഓരോന്ന് നോക്കണം. റൈസ് ബോളുണ്ട്, അവനക്കരിയുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇതിനൊക്കെ നല്ല പൈസ ആവില്ലേ എന്ന് ചോദിക്കുകയാണ്. വില്ലേജിലല്ല പൈസയാണ്, ഇവിടെ വില കുറവാണ് എന്ന് പറഞ്ഞിട്ട് പൊളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ കഴിച്ചതിൻ്റെ ശേഷം ഇത് നന്നായിട്ടുണ്ട്, ഇത് കഴിച്ചിട്ടുണ്ടാവില്ലേ എന്ന് പറയാണ്. നല്ലതായിട്ടില്ലേ എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാഡാവുന്നുണ്ട്. ചോറായിട്ടും വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇതേത് സ്ഥലം എന്ന് ചോദിക്കുകയാണ്. ഇത് ഒരു വലിയൊരു സ്ഥലമാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റ്, പല സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അയച്ചിട്ട് വരാമെന്ന് പറയാണ് ചെയ്യുന്നത്. ഫുഡ് അയച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ ചോദിക്കുകയാണ്, അതായത് ഇതൊക്കെ ഭക്ഷണം കൊടുക്കുന്നില്ലെന്ന്, അതിന് എണ്ണ അടിച്ചിട്ടുണ്ട് എന്ന് പറയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഡീമൻസ് യോനോ ഒക്കെ പുതിയതാണ് ഈ നാട്ടിൽ, അവർക്കറിയില്ല. ഡീമൻസ് 400 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഇത് വില്ലേജിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പുതിയ സ്ഥലമാണ് നമുക്ക്, അതുകൊണ്ട് പെട്ടെന്ന് ഈ സ്ഥലമൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് വിട്ട് പോയതിന് ശേഷം അവിടെ ഒരു വീട് എടുക്കണം. ഓക്കെ, അവിടെ റൂം എടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിൽക്കണം, ആരും കാണാതെ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പറയുകയാണ്, അതായത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഹസ്ബൻഡും വൈഫായിട്ടാണ് പോകേണ്ടത് എന്ന് പറയുകയാണ്. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും നോക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങനെയല്ല, ഇത് ഒരു ആവശ്യത്തിനാണ്. അതായത് എന്നാലും ഇവിടെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വീടൊക്കെ കിട്ടുള്ളൂ, ഒരു റൂമൊക്കെ സെറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ കുട്ടികളൊന്നും പറ്റില്ല എന്നൊക്കെ രീതിയിൽ നല്ല രീതിക്ക് ഏറെ പിടിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ സീൻ കട്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ചോട്ടോടും കുതിര കാണുന്നില്ല, ഇതിൻ്റെ പെട്ടിൻ്റെ ഉള്ളിലിട്ടാണോ എന്ന രീതിക്ക് ടീമേഴ്സ് അവിടും പടക്കം നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹീറോ വന്നിട്ട്, ഞാൻ ഭക്ഷണം കഴിച്ചു, നിങ്ങൾ കഴിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നല്ല പയ്യന്താ നമ്മളെ മാസ്റ്റർ എന്ന് പറയാണ്. അപ്പോൾ ടീമേഴ്സ് അങ്ങനെ കഴിക്കില്ല എന്ന് പറയാണ്. നിങ്ങൾ ഞാൻ എങ്ങനെ അതായത് നിങ്ങളെങ്ങനെ വിളിക്കണം എന്ന് ചോദിച്ചപ്പോൾ ലോ ഡഫ് എന്ന് പറയണോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നീ ലെഫ്റ്റ് റൈറ്റ് എന്ന് തന്നെ പറഞ്ഞോ എന്ന് പറയണേ. വില്ലേജിലുള്ളപ്പോൾ എൻ്റെ പാരൻസിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ ടീമേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു ദിവസം നിൻ്റെ പാരൻസ് നല്ല രീതിക്ക് നീ അവിടെ ഹാപ്പി ആയിരുന്നു, നല്ല രീതിക്ക് നീ അവിടെ കളിച്ച് നിന്നിരുന്നു. പക്ഷേ ഒരു ദിവസം രാത്രി പെട്ടെന്ന് എന്തുണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ പാരൻസൊക്കെ 3 ആൾ വെച്ചിട്ട് ഏതാണ്ട് പോകുന്നത് കണ്ടു. 3 ആൾ എങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്ലഡ് സെൻസ് ചെയ്തിട്ടാണ് 3 ആളുണ്ട് അതിൻ്റെ ഉള്ളിൽ, നിൻ്റെ അനിയത്തി അന്ന് മനസ്സിലാക്കി എന്നൊക്കെ രീതി പറയുന്നു. നിന്നോട് ഒറ്റക്കാക്കിയിട്ട് അവർ 3 ആളും അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. സോ അതിനെന്തെങ്കിലും നമ്മൾ ഹീറോ പറയണേ, അതിനെന്തെങ്കിലും കാരണമുണ്ടാകും, അത് ഞാൻ കണ്ടുപിടിക്കും, എൻ്റെ പാരൻസിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവർ ഭക്ഷണം കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് പോകണമെന്ന് പറയണേ. നീ ഇവിടുന്ന് ഇറങ്ങി, നീ കാട്ടുകൊന്നും പോരുത് എന്ന് പറയണേ. അതായത് കാറിൻ്റെ മേലെ ഞാൻ ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒന്നും നീ ഇരിക്കാൻ പാടില്ല, അതായത് അവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല. അവിടെ ടീമേഴ്സ് ഇരുന്നാൽ ടീമേഴ്സിനെ ആർക്കും കാണില്ല. ടീമേഴ്സ് വിചാരിച്ച ആൾക്കാർക്ക് മാത്രമേ ടീമേഴ്സിനെ കാണാൻ പറ്റുള്ളൂ, എല്ലാത്ത ആൾക്കാർക്ക് കാണാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ നീ കാറിൻ്റെ ഉള്ളിലാണ് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 ആൾക്കാരായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു നായ ഡോഗ് അവിടെ കുരക്കുന്നതായിട്ട്
കാണിക്കുന്നു. അതായത് ടീമേഴ്സിന് അതിനൊക്കെ കാണാൻ പറ്റും എന്ന രീതിക്ക് അങ്ങനെ അവർ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ചോദിക്കുകയാണ് കുറേ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ എന്തുകൊണ്ടാണ് ഗ്രാമം വിട്ട് വന്നതെന്ന് അറിയില്ല. പക്ഷേ ശിവാജി എന്നൊരു ഇതിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അത് വന്നാൽ എന്താ ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റത്തില്ല എന്ന രീതിക്കാണ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറന്നിട്ടുണ്ടാകും ലൈക്കും ചെയ്തേക്ക്. വീഡിയോയിലോട്ട് വരാം. ഒരു ബിൽഡിങ്ങാണ് കാണിക്കുന്നത്. ആ ബിൽഡിങ് ഓടി ഏതൊരു പെൺകുട്ടി ഓടിപ്പോയി പെട്ടെന്ന് ലിഫ്റ്റിൽ കയറുന്നു. അവൻ്റെ പുറകെ ഈ കില്ലർ പോലത്തെ സംഭവം അവൻ്റെ പുറകെ വരുന്നു. പിന്നീട് ആ കില്ലറ് കൊല്ലാൻ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ആരാന്ന് നമ്മളെ കാണിക്കുന്നത്. സത്യത്തിൽ അത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗോസ്റ്റാണ്. അതായത് ഒരു മീനിൻ്റെ സംഭവമായിട്ടുള്ള ഒരു ജീവിയായിരുന്നു അത്. അപ്പോൾ ഒരാൾ ഫോൺ വിളിച്ചുകൊണ്ട് ബോസാണ് തോന്നുന്നു ഫോൺ വിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ സാധനം അയാളെ തിന്നുന്നതും ആ ബോസ് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്. ഒരു ലിസ്റ്റിൻ്റെ അവിടെ ഒരു ലേഡി വരുന്നു. ആ ലേഡിയെ കണ്ട് പേടിക്കുന്നു. ബാക്കിൽ ഏതോ ഇനി ആരും മാറരുത് എന്ന രീതിക്ക് പറയുന്ന ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അതായത് ആ ഗ്രാമത്തിൽ അതായത് ടെറർ പറയും. ആ ഗ്രാമത്തിൽ ഇതേവരെ പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല, പുറത്തുനിന്ന് അങ്ങനെ കാണില്ല എന്ന് പറയുന്നു. അപ്പോൾ മുന്നിലിരിക്കുന്ന ആൾ പറയാണ് ഞാനും ആ ഗ്രാമത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന്. അപ്പോൾ ചോദിക്കുകയാണ് എൻ്റെ അനിയത്തിയും ഞാനും തമ്മിൽ എന്താണ് ഇത് എന്ന് ചോദിക്കണം. അതായത് എന്തൊക്കെ ആണ് നിങ്ങൾ പറയാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. 100 വർഷം മുന്നാണ് ഈ സംഭവം ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ഡീമൻസ്. അതുപോലെ തന്നെ വേറെ സംഭവം കൂടി പറയുന്നുണ്ട്. സത്യത്തിൽ ഈ 400 വർഷം മുന്നെയാണ് ഇങ്ങനത്തെ സംഭവം കണ്ട് തന്നെ. അതായത് നോർത്തും വെസ്റ്റും അതുപോലെ തന്നെ വെസ്റ്റും എന്ന രീതിക്ക് അവിടെ പറയുന്നുണ്ട്. അതായത് കറുപ്പും അതുപോലത്തെ വെളിച്ചും ആണ് അവിടെ പറയുന്നത്. പിന്നെ നിനക്കൊരു പവറുണ്ട്. സോ അത് ഇപ്പോഴേ നിനക്ക് പവറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ഹീറോ അതായത് നിനക്കൊരു പവറുണ്ട്, അത് ഇപ്പോൾ അറിയില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഒരു പവറുണ്ടോ, എന്താണ് എൻ്റെ പവർ എന്ന് ചോദിക്കണം. അങ്ങനെയാണ് ആശയ്ക്കും പവർ ഉണ്ടായില്ല എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാവും. ആദ്യം തന്നെ ആശ ആ പവർ അൺലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആശയ്ക്ക് ലഭിച്ചിട്ടുള്ള പവറാണ് ബ്രേക്ക് എന്നത് മാന്ത്രിക മതിലൊക്കെ തകർക്കും. യൂറിന് ലഭിച്ചിട്ടുള്ളത് സ്റ്റീൽ മൈനസ് എന്നാണ്. ഇതിൽ തകർക്കാനും തടുക്കാനും പറ്റുന്ന ഒരു പവറാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂറ് ചോദിക്കുകയാണ് ഈ 2 പവറും ഒന്ന് ചേർന്നാൽ എന്താ, അത് ചേർന്നാൽ ഇതേവരെ ആർക്കും അറിയത്തില്ല എന്താകുമെന്ന് എന്ന രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഡീമനോട് ചോദിച്ചപ്പോൾ ഡീമൻക്ക് ഇതേവരെ അങ്ങനെ ഒന്നും ചേർന്നിട്ടില്ല ആ പവർ എന്ന രീതിക്ക് പറയാണ്. നമ്മുടെ വില്ലേജിൽ നിന്ന് പുറത്തേക്കും ഉള്ളിലേക്കും പോകാനും പറ്റുന്ന അങ്ങനെ പറ്റുന്ന എന്ന് ചോദിക്കണേ. അതിനൊരു പസിലുണ്ട്. ആ പസിൽ സോൾവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയണേ. അതായത് റൈറ്റ് കൊണ്ട് ലെഫ്റ്റ് കൊണ്ട് റൈറ്റ് പോകുക അങ്ങനത്തെ ഒരു സംഭവമാണ്. അങ്ങനെ പസിൽ സോൾവ് ചെയ്താൽ അവിടെ നമുക്ക് പുറത്തേക്ക് വരാമെന്ന രീതിക്ക് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ എത്തേണ്ട സ്ഥലത്തെത്തി. വാഷ്റൂം ഒന്ന് യൂസ് ചെയ്യാൻ ആദ്യം ഇത് താത്തണം, പിന്നെ വെള്ളം പോകും, പിന്നീട് അവൻ കൈകി പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് കുറേ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഡീമൻസ് പറയാണ് ഇതൊക്കെ വലിയ കെട്ടിടം എന്ന് പറഞ്ഞപ്പോൾ അത് വില്ലേജ് ആണെന്ന് ഡീമൻസ് വിചാരിച്ചാൽ വില്ലേജ് അല്ല എന്ന് ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. വില്ലേജ് അല്ല, അത് കുറേ കുട്ടികൾക്ക് ആൾക്ക് താമസിക്കുന്ന ഒരു വീടാണ് എന്ന് പറയുകയാണ്. പിന്നെ ഇത് മൊത്തം 1500 എത്രയോ കുട്ടികളുണ്ട് ടോക്കിയോയിൽ എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ സീൻ കട്ടായതിൻ്റെ ശേഷം ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ആശാനെ എന്ന് കരുതിയിട്ട് ആ വില്ലേജിൽ പിടിച്ചു നിർത്തി. സോ ആശാനെ കണ്ടുപിടിക്കണം.
എന്നിട്ട് എനിക്ക് എൻ്റെ പാരൻസിനൊക്കെ കണ്ടുപിടിച്ച് എന്താണ് അന്ന് സംഭവിച്ചതെന്നൊക്കെ അറിയണമെന്നുണ്ട്. ശരിക്കും എന്തുണ്ടായതെന്നൊക്കെ അറിയണമെന്നുണ്ട്. അപ്പോൾ ഡീമൻസിനോട് പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് പറഞ്ഞപ്പോൾ നിൽക്കുമെന്ന രീതിക്ക് പറയാണ്. അങ്ങനെ ഫോൺ വിളിച്ചാണ്ട് ഒക്കെ റെഡിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു ഫോണ് ഇതടിക്കുന്നു. ഇതെന്താ സാധനം എന്ന് ചോദിക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് വോയിസ് അയക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയാണ്, സാറ്റലൈറ്റ് മാർക്ക്. അപ്പോൾ അതും കാണിച്ചുകൊണ്ട്, അതായത് നമുക്കിനി നമ്മളെ റൂമിലേക്ക് പോകണം എന്ന് പറയാണ്. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരാണ്. സീസൺ 1 3ാമത്തെ എപ്പിസോഡ് തീരാണ്. 4ാമത്തെ എപ്പിസോഡായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. പുതുതായിട്ട് വന്ന സ്ഥലത്ത് അത്ഭുതപ്പെടുന്ന കാഴ്ചകളും ഒക്കെയാണ് ഈ ഒരു എപ്പിസോഡിലുള്ളത്. ഈ ഒരു എപ്പിസോഡ് നേരെ ഇനി ഫൈറ്റും കാര്യങ്ങളൊക്കെയുള്ള എപ്പിസോഡുണ്ട്. സോ ആ ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ സബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം.